ഇപ്പോൾ കൊല്ലം ജില്ലയിലെ കുണ്ടറ മണ്ഡലമാണ് നമ്മൾ നോക്കുന്നത്. കുണ്ടറ 7 ലോക്കൽ ബോഡി 7 പഞ്ചായത്തുകൾ ചേർന്നാണ് കുണ്ടറ മണ്ഡലം. അപ്പോൾ അതിൻ്റെ ലോക്കൽ ബോഡി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കുകയാണെങ്കിൽ തുല്യശക്തികളാണ് UDF LDF. അവിടെ BJPക്ക് ഒരു പ്രസൻസ് ഉണ്ട്, നല്ല പ്രസൻസ് 20% ഉണ്ട്. അപ്പം LDF 58,000 വോട്ടോളം നേടിയപ്പോൾ UDFന് 56,000 വോട്ടാണുള്ളത്. രണ്ട് കൂട്ടർക്കും 3-1 വോട്ടുണ്ട്. ത്രികോണ മത്സരം നല്ലപോലെ നടക്കാണ്. 20% 33,000 വോട്ട് NDAക്കും ഉണ്ട്. അതേഴ്സിന് 14,000 വോട്ടോളമാണ് ഉള്ളത്. മെമ്പർമാരെ നോക്കി കഴിഞ്ഞാൽ LDFന് 57 പേരുള്ളപ്പോൾ UDFന് 56 പേര്, ഒരാളുടെ വ്യത്യാസമേ ഉള്ളൂ. NDA 25 പേര്, അതേഴ്സ് 7. മെമ്പർമാരും വോട്ടും എല്ലാം ടൈറ്റാണ്. വോട്ടാണ് 2,000 വോട്ടിന്റെ വ്യത്യാസം. മെമ്പർമാർ 1 മെമ്പറിന്റെ വ്യത്യാസമുള്ളൂ കുണ്ടറയിൽ. കുണ്ടറയിൽ ആരാ സ്ഥാനാർത്ഥികളെ നോക്കാം. സ്ഥാനാർത്ഥി കുണ്ടറയുടെ 2021 നിലനിർത്തുന്ന ഇപ്പോൾ BC വിഷ്ണുനാഥാണ് സിറ്റിംഗ് MLA. കോൺഗ്രസിന്റെ സീറ്റാണ്. അത് കഴിഞ്ഞ തവണ LDF അനുകൂല തരംഗം ഉണ്ടായിട്ടും പിടിച്ചു നിന്ന ഒരു സീറ്റാണ്. കോൺഗ്രസ് പിടിച്ചിരിക്കുകയല്ല, അതിൽ നിന്ന് അട്ടിമറി മേടിക്കുകയാണ്. മേഴ്സിക്കുട്ടി അമ്മയെ തോപ്പിച്ചാണ് PC വിഷ്ണുനാഥ് വന്നത് കഴിഞ്ഞ തവണ. ഇത്തവണത്തെ സ്ഥാനാർത്ഥി UDFന്റെ PC വിഷ്ണുനാഥനാണ്. പിന്നെ LDFന്റെ SL സജികുമാർ, NDA ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനെയാണ് BJP ഇറക്കിയിരിക്കുന്നത്. BJP കഴിഞ്ഞ വർഷം തീരെ കുറവ് BDS കൊടുത്ത സീറ്റ്, അത് BJP എടുത്തു. എന്തായാലും അത് അത്ഭുതം തന്നെ. BJPക്ക് ഇപ്പം 35,000 വോട്ടുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും ഭരണവിരുദ്ധ തരംഗം ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണ് നമ്മുടെ അനാലിസിസ് എല്ലാം പോകുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ഒരു 5,000 കൂടുതൽ വോട്ട് കുറയും LDFന്. അപ്പോൾ ഈ പഞ്ചായത്ത് പിടിച്ച വോട്ടിനെക്കാളും ഒരു 5,000 കുറഞ്ഞു കഴിഞ്ഞാൽ 52,000, 50,000, 52,000 വോട്ടാവും. UDF എന്തായാലും ട്രെൻഡ് നിലനിർത്തും. PC വിഷ്ണുനാഥനാണ് സിറ്റിംഗ് MLA ആണ്, അവിടെ കോൺഗ്രസിന്റെ നല്ല സ്ഥാനാർത്ഥിയുമാണ്. അദ്ദേഹം ഈ ട്രെൻഡ് നിലനിർത്തുകയും അതിന് നെഗറ്റീവ് ഒന്നുമില്ല, കൂടുതൽ വോട്ട് പിടിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. NDA ആണ് നമ്മൾ യഥാർത്ഥത്തിൽ പിടിക്കാൻ പോകുന്നത്. NDA നല്ലൊരു വോട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അനുമാനം. പ്രത്യേകിച്ച് NDAയുടെ വോട്ടുകൾ പോകുന്ന LDF ക്യാമ്പിൽ നിന്നാണ്. UDF നിന്ന് PC വിശ്വനാഥിന്റെ വോട്ടൊന്നും അറിയാൻ സാധ്യതയില്ല. അപ്പം നാച്ചുറലി UDF വോട്ട് നിലനിർത്തും. LDFന്റെ ഭരണവിരുദ്ധ വോട്ടുകളിൽ കുറച്ച് BJPയും കുറച്ച് കോൺഗ്രസും പിടിക്കും. ഇതില് UDF സിമ്പിളായിട്ട് ജയിക്കും എന്നാണ് വിചാരിക്കുന്നത്. PC വിശ്വനാഥ് ആ മണ്ഡലം നിലനിർത്തും. രണ്ടാമത് ചിലപ്പം BJP എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണ BDSന് കൊടുത്തുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയത്തില്ലെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്രയും വോട്ടെന്ന് പറയുന്നത് എന്തായാലും ഒരു 4,000-5,000 കൂടി 40,000 വോട്ടോളം പാർട്ടി വോട്ടുണ്ട്. അവിടുന്ന് ഒരു 5,000 വോട്ടോ റോബിൻ രാധാകൃഷ്ണൻ പിടിക്കാൻ പറ്റിയെങ്കിൽ NDAക്ക് സെക്കൻഡ് എത്താൻ സാധ്യതയുണ്ട്. UDF ഫസ്റ്റ് എത്തി ഈ കുണ്ടറ മണ്ഡലം UDF എടുക്കുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്.